അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. ഇപ്പോൾ IC ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണും തത്സമയം. പ്രതിയാണോ അല്ലയോ തെളിയിക്കേണ്ടത് ഒരു അന്വേഷണത്തിന് ശേഷമാണ്. അതിനു മുന്നേ ഒരു വിധി എഴുതുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ സമഗ്രമായ അന്വേഷണം സ്വാഗതം ചെയ്തത്. നാളെ ഞാൻ രാവിലെ SP-ക്ക് എനിക്കെതിരെ വന്ന ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള പുറത്തു വന്ന രേഖകളുമായി ബന്ധപ്പെട്ട് ഞാൻ പരാതി നൽകുമെന്ന് പറഞ്ഞില്ലേ. പോലീസ് അന്വേഷിക്കട്ടെ. ആ വ്യാജരേഖ പീറ്റർ ഞാനുമായിട്ട് ഇതുവരെ ബന്ധപ്പെടാത്ത, യാതൊരു ബന്ധവും പങ്കും ഇല്ലാത്ത എൻ്റെ പേര് ഫംഗ്ഷൻ ചെയ്തു. അത് ഈ രാജ്യത്തൊട്ടാകെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു അന്വേഷണം നടത്തിക്കേണ്ടതിൻ്റെ ആവശ്യമല്ലേ. അതാണ് നാളെ ഞാൻ SP-ക്ക് പരാതി കൊടുക്കുന്നത്. പിന്നെ കൂടാതെ വ്യാജമായൊരു ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടും അന്വേഷണം നടക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുക. ഈ ആരാണ് IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ ഇങ്ങനെ വ്യാപകമായി പ്ലാൻ ചെയ്ത് ഇങ്ങനെ ആക്ഷേപം? അത് ഞാൻ ചോദിക്കട്ടെ, ഈ വ്യാപകമായി 2021 നിങ്ങൾക്കറിയാലോ അല്ലേ, 2 കോടി രൂപ ഞാനിവിടുത്തെ ഉദ്യോഗാർത്ഥികളോട് വാങ്ങിയെന്നൊക്കെ പറഞ്ഞ് വ്യാജേന ഒരു പരാതി എഴുതി കൈരളി ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾ കൊടുത്ത് അതൊരു വലിയ ചർച്ചാ വിഷയമാക്കിയില്ലേ. അന്നും CPM എൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിലൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഭയപ്പെടുന്നില്ല. ഞാനൊരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക്, ഒരു ജനപ്രതി എന്ന നിലയ്ക്ക് ഒരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതവർ കണ്ടെത്തണം. അതാണ് ഞാൻ അന്ന് അത് കൂടുതൽ മുന്നോട്ട് പോയിട്ടില്ല. പക്ഷെ ഈ സാഹചര്യത്തിൽ ഇന്നത് തെളിച്ചേ മതിയാവും. ഞാൻ നിങ്ങളോട് ഇന്നലെയും പറഞ്ഞല്ലോ, ഒരു നീതിയുക്തമായ പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിയാണ് ഞാൻ. അങ്ങ് ഇന്നലെ പറഞ്ഞു ഒരു ഉപജാപക സംഘമാണ് ഇതിന് പിന്നിൽ എന്നുള്ളത്. ആ ഉപജാപക സംഘത്തിൽ പാർട്ടിക്കാരുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം അല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്കെതിരെ ഒരു ആരോപണം കഴിഞ്ഞ 2021 ഉന്നയിച്ചപ്പോൾ ഞാൻ KPCC എൻ്റെ പാർട്ടി പ്രസിഡന്റിന് പരാതി കൊടുത്തു. പ്രസിഡന്റ് ഉപസമിതി വെച്ചു. ഉപസമിതി അന്വേഷിച്ചു. KPCCക്ക് റിപ്പോർട്ട് കൊടുത്തു. KPCC അത് വ്യാജമായ പരാതി എനിക്കെതിരെ ഉണ്ടാക്കിയതാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടപടിയെടുത്തല്ലോ. അതേപോലെ ഈ വിവരം ഞാൻ പാർട്ടിയെ അറിയിക്കും. എല്ലാ രേഖകളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പണം നഷ്ടപ്പെട്ട ആളുകളുണ്ടെന്ന് പറയുന്നത് പലരോടും കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് പരാതി പറയാൻ, പരസ്യമായി പറയാൻ തയ്യാറില്ല. കാരണം അവരുടെ പണം നഷ്ടപ്പെടുക എന്നതൊരു കാരണം. മറ്റൊന്ന്, ഈ പണം നൽകുന്നതും വാങ്ങുന്നതും ഒക്കെ ഒരേപോലെ കുറ്റമാണ്. പക്ഷെ ഇത് പണം നഷ്ടപ്പെട്ട ആളുകളുണ്ട് എന്ന് തന്നെയാണ് സുഹൃത്ത് പറയുന്നത്. അല്ല, ഞാൻ പണം നഷ്ടപ്പെട്ടിട്ടില്ലേ ആളുകൾക്ക്? അല്ല, അവർ പണം കൊടുത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ വരും താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? പണം കൊടുത്തതും നഷ്ടപ്പെട്ടതുമായി? അല്ല, അങ്ങനെയൊന്നും എൻ്റെ അടുത്ത് നിന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഒരാളും പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാനിവിടുത്തെ MLA ആയിരുന്നു, DCC പ്രസിഡൻ്റായിരുന്നു. ആരെങ്കിലുമൊക്കെ പണം വാങ്ങിച്ച് അവസാനം ജോലി നിഷേധിക്കപ്പെടുമ്പോൾ അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കേണ്ടതാണ്. ഞാൻ DCC പ്രസിഡൻ്റായി ഇരുന്നിട്ടുണ്ട്. ഞാൻ MLA ആയി ഇവിടെ തുടരുന്നുണ്ട്. പറയേണ്ടതല്ലേ? അവരെന്നെ വിശ്വസിക്കേണ്ടതല്ലേ? എന്താണ് അവർക്ക് പറയാൻ പേടി? ആരാണ് പണം വാങ്ങിച്ചത്, എപ്പോഴാണ് അവരോട് അവർ പണം വാങ്ങിച്ചത് എന്നൊക്കെ അവർ പറഞ്ഞുകൂടെ? അത് ഞങ്ങളുടെ പാർട്ടിയുണ്ട്, പാർട്ടി സംവിധാനങ്ങളുണ്ട്, പരാതികൾ കൊടുക്കാമല്ലോ. അല്ല, അതിലൊന്നും കാര്യത്തിലൊന്നും ഞാൻ കിടക്കുന്നില്ല. അതൊക്കെ വിജയേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എനിക്കെതിരെ വന്ന ആരോപണത്തെക്കുറിച്ച് ഞാൻ നിയമപരമായിട്ട് ആദ്യം SP-യെ സമീപിച്ച് പരാതി കൊടുക്കും. പാളയത്തിൽ പടം ഉണ്ടെന്ന് തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായിട്ടും ഇല്ലെങ്കിൽ ആ 2021 അങ്ങനെ ഒരു രേഖ വരാൻ സാധ്യതയില്ല. കോൺഗ്രസ് ഭരിക്കുന്ന അർബൻ ബാങ്കിനെതിരെ അങ്ങനെ ഒരു ആരോപണം, എനിക്കെതിരെ ഒരു ലിസ്റ്റ് ഇറക്കുക എന്ന് പറയുമ്പോൾ അത് ശരിയല്ലല്ലോ. ഇപ്പൊ പുതിയ കരാറ് വന്നു, അതിന്റെ ഭാഗം തന്നെയാണ്. അല്ല, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഈ പീറ്ററുമായിട്ട് യാതൊരു ബന്ധം എന്നെ സംബന്ധിച്ചില്ല. ഇതുവരെ ഞാൻ കണ്ടിട്ടുമില്ല, എൻ്റെ അടുത്ത് വന്നിട്ടുമില്ല. അങ്ങനൊരു സ്വാഭാവികമായിട്ടൊരു കരാറിൽ പങ്കാളിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഒന്ന് വിളിച്ച് അന്വേഷിക്കേണ്ട മര്യാദയില്ലേ? ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനെ പണം ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് ആ മോനെ ആ ജോലി കിട്ടുമോ, അല്ലെ നിങ്ങൾ ഇടപെടുമോ, നിങ്ങൾ പറഞ്ഞിട്ടാണ് വന്നതെന്നുള്ളൂ ഒന്ന് ചോദിക്കണ്ടേ?
പോയയാൾ പറഞ്ഞില്ലെങ്കിലും കേൾക്കുന്ന ആൾ എൻ്റെ പേര് പോയാൾ അദ്ദേഹത്തോട് കേൾക്കുന്ന ആളോട് പേര് പറയുമ്പോൾ അദ്ദേഹം എന്നെ പണം കൊടുക്കുന്ന ആളോട് പറയുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് ചോദിക്കേണ്ട ഒരു മര്യാദ ഇല്ലേ? അതുകൊണ്ടാണ് ആ രേഖ തെളിയിക്കപ്പെടണം. അതാരാണ് ഇതിൻ്റെ പിന്നിൽ തെളിയിക്കുന്നത്? ഇതില് മരണപ്പെട്ടത് സുപ്രധാന ഒരാളാണ്, PCC ട്രഷറാണ്. പ്രതിസ്ഥാനത്ത് അന്നേ 2019 ഉണ്ടായിരുന്ന PCC പ്രസിഡന്റ് ആയിരുന്ന അംഗമാണ്. ശരിക്കും ഇതിന് പിന്നിൽ വലിയൊരു കോക്സ് പ്രവർത്തിച്ചു എന്ന് തന്നെയല്ലേ വിശ്വസിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെയും പറഞ്ഞു, ഒരു ടീം ഇതിൻ്റെ അകത്തുണ്ട്. അതാരും ആയിക്കോട്ടെ, അത് രാഷ്ട്രീയമൊന്നുമില്ല, ജാതിയൊന്നുമില്ല, മതമൊന്നുമില്ല, ആരും ആയിക്കോട്ടെ, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. നിരപരാധികളെ ശിക്ഷിക്കരുത്. സമഗ്രമായ അന്വേഷണം നടക്കണം. ആ അന്വേഷണമാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അല്ലാതെ ആരെയും വാദിയെ പ്രതിയാക്കാനോ പ്രതിയെ വാദിയാക്കാനോ അല്ല. ഞാൻ തന്നെ പറഞ്ഞല്ലോ, ഞാൻ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ശിക്ഷിക്കപ്പെടണം. അതിനല്ലേ നീതിന്യായ വ്യവസ്ഥ. അല്ല സാർ, ഇങ്ങനെ ഒരു കരാറേ ഇല്ലെന്നാണോ, അതോ കരാറിൽ താങ്കളുടെ പേര് വ്യാജമായി ചേർത്തെന്നാണോ? ഞാൻ പറയുന്നു, ഇപ്പോഴും വ്യാജമായാണ് ആ പേര് ചേർത്തിട്ടുള്ളത്. അല്ല, കരാറുണ്ട്. കരാറിൽ കണ്ടല്ലോ നമ്മൾ. ഐ സി ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.